എന്തായാലും ടി ജി പുരുഷോത്തമൻ തോമസ് ജോർജ് ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ അഭാവം എല്ലാം മാറ്റിക്കൊണ്ട് കറക്റ്റ് രീതിയിൽ ടീമിനെ നയിച്ച് ഒരു വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ടി ജി പുരുഷോത്തമൻ. എന്തായാലും ഇന്നത്തെ ആ ഒരു സ്റ്റാർട്ടിങ് 11 വന്നപ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങളെല്ലാം എന്നെ വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ചീത്ത വിളിക്കും, നമ്മുടെ ആ ഒരു ടീം ഗെയിം ഇല്ലാത്തതിന് കാരണം നോവാസുദി ആയിരുന്നു എന്ന് ഞാൻ പലവട്ടം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നോക്കുക, എന്നെ വന്ന് പൂരത്തെറിയാണ്, നീ മറ്റേതാ മറിച്ച് ലുണയുടെ അല്ല നമ്മുടെ നോവാസുദിയുടെ ഗോൾ കോൺട്രിബ്യൂഷൻ കണ്ടില്ലേ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ബട്ട് അതിലൊന്നും കാര്യമില്ല. ഇതാണ് ടീം ഗെയിം കളിച്ചാലേ ടീമിന് വിജയമുള്ളൂ. അത് നിങ്ങൾ അവസാനം കണ്ടു നോവാസുദിയുടെ കറക്റ്റ് സ്വഭാവം എന്തുവാണ്. വലിയ ആളാവാൻ വേണ്ടിയിട്ട് തന്നെ കൊണ്ടുപോയി ഗോൾ അടിക്കാൻ നോക്കി. പിന്നെ പറയണ്ടോ, ഇപ്പോൾ ഭയങ്കര എയറിലായിരിക്കും പുള്ളി. നിങ്ങൾ നോക്കിയോ, അവിടെ അഡ്രിലുണ ചെയ്യുന്ന കറക്റ്റ് ആയിരുന്നു. എന്തായാലും അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ പറയാം. എന്തായാലും ടി ജി പുരുഷോത്തമൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ പറയാൻ വന്നത്. എന്നാൽ ടി ജി പുരുഷോത്തമൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പ്ലേ ഓഫിൽ എത്തുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അതെനിക്കറിയില്ല, ഞങ്ങൾ ഗെയിം ബൈ ഗെയിം ഇങ്ങനെ, അതാണ് ആഗ്രഹം, പ്ലേ ഓഫിൽ എത്തണമെന്നാണ് ആഗ്രഹം. ബട്ട് ഗെയിം ബൈ ഗെയിം ഞങ്ങളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ആ ഒരു റിസൾട്ട് ഫൈനലി ഉണ്ടാകും. അതായത് പ്ലേ ഓഫിലേക്ക് എത്തും, അവസാന ഗെയിം ആയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്നാണ് ടി ജി പുരുഷോത്തമൻ പറയുന്നത്. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ എന്തായാലും ഗെയിം ബൈ ഗെയിം ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത മോഹൻ ബഗാനാണ്. അതിലും നല്ല രീതിയിൽ ശ്രമിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ പറഞ്ഞിരിക്കുന്നത്.